നിങ്ങള് സമാധാനായിട്ടിരിക്കണം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതെല്ലാം ശത്രുക്കൾ കരുതിക്കൂട്ടി ചെയ്യുന്നതാ, നരേന്ദ്രൻ തമ്പിയും കുടുംബത്തെയും തകർക്കാൻ. നിങ്ങൾക്കാർക്കോ ഒരു ദോഷവും വരാതെ ഞാൻ നോക്കിക്കോളാം. അർജുനേട്ടാ, ഞാൻ പോട്ടെ. അവരുടെ നാടകം തീർന്നിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് ഇനിയുണ്ടത്രേ. ഞാൻ വിളിക്കാം. മാഡം, ഈ വീട്ടിലെ പല ഭാഗങ്ങളും ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചില അലമാരകൾ പൂട്ടിയിട്ടിരിക്കുക. അതിന്റെ ഒന്നും താക്കോല് കിട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ താക്കോലില്ല. അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അത് ശരിയോ തെറ്റോന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒരു മുറി തന്നെ പൂട്ടിയിട്ട നിലയില. ഞങ്ങളുടെ പരിശോധന പൂർത്തിയാക്കാൻ ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. നടക്കട്ടെ. ഇവിടെ സ്വർണവും കള്ളപ്പണവും കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. നരേന്ദ്രൻ തമ്പി ഈ സ്വത്തുക്കളൊക്കെ സമ്പാദിച്ചു കൂട്ടിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടണം. മതിയായ രേഖകളും തെളിവുകളും കിട്ടണം. ഇല്ലെങ്കിൽ ഈ സ്വത്തെല്ലാം മറയിപ്പിക്കുകയും ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യേണ്ടി വന്നേക്കും. 36 വർഷം മുംബൈയിൽ ജീവിച്ച ഒരാളിന്റെ സ്വത്ത് സംബന്ധിച്ച രേഖകൾ അവിടെയല്ലേ അന്വേഷിക്കേണ്ടത്? ഇവിടെ തെരഞ്ഞാ കിട്ടൂ? സ്വത്തെല്ലാം വാങ്ങിക്കൂട്ടിയത് ഇവിടെയാണല്ലോ. അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം ഇവിടെ തന്നെ ഹാജരാകണം. മുംബൈന്നോ രാജസ്ഥാനിന്നോ ആസാമിന്നോ എവിടെ നിന്ന് കൊണ്ടുവന്നാലും വേണ്ടില്ല. ഞങ്ങൾ എന്താ സർ ചെയ്യേണ്ടത്? തൽക്കാലത്തേക്ക് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് താമസം മാറ്റണം. സർ, ഇവരിവിടുന്ന് എങ്ങോട്ട് താമസം മാറ്റാനാ? എങ്ങോട്ടെങ്കിലും. ഹോട്ടലിൽ സൂട്ട് റൂം എടുത്ത് താമസിക്കാം. ഹെറിറ്റേജ് റിസോർട്ടിൽ പോകാം. വാടക വീട് എടുക്കാം. ഹോസ്റ്റലിലേക്ക് മാറാം. വലിയ കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ അല്ലേ? നിങ്ങളെല്ലാം പൂട്ടി മുദ്രവിക്കാണല്ലോ. പിന്നെ എവിടുന്ന് കിട്ടും ജീവിക്കാനുള്ള പണം? പട്ടിണി കിടന്ന് ചത്തുപോവില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പത്ര റിപ്പോർട്ടർ അല്ലേ? നിങ്ങൾക്ക് ഇതൊരു സെൻസേഷണൽ സ്റ്റോറി മാത്രമാണല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഇന്ന് തന്നെ വീടൊഴിഞ്ഞു പോണം ഞങ്ങള്, അല്ലേ? വേണ്ടിവരും മാഡം. ഇവർക്കിതെന്ന് തിരിച്ചു കിട്ടും? അത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും വരാം. ഓ, അപ്പോ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ തന്നെ തീരുമാനിച്ചു. ഈ സ്വത്ത് മുഴുവൻ അവിഹിതമായി സമ്പാദിച്ചതാണെങ്കിൽ മാത്രം. തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങളുടെ ഡ്രസ്സും നിത്യോപയോഗ സാധനങ്ങളും മാത്രം എടുത്തുകൊണ്ട് വേഗം വീടൊഴിഞ്ഞു പോണം. നിങ്ങളുടെ ബാഗെല്ലാം പരിശോധിച്ചിട്ടേ ഞങ്ങൾ തന്നേക്കും. ഇതവരുടെ ഡ്യൂട്ടിയാ. നമ്മളനുസരിച്ചേ പറ്റൂ. ഏതായാലും കൊണ്ടുപോകാനുള്ളൊക്കെ പാക്ക് ചെയ്തോളൂ. നിങ്ങൾ ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുകയാണോ? പാക്ക് ചെയ്യാൻ തുടങ്ങിയില്ലേ? എന്ത് പാക്ക് ചെയ്യാൻ? വിജിലൻസുകാർ പറഞ്ഞ കേട്ടില്ലേ? അവര് വീട് കൂട്ടി സീൽ ചെയ്യാൻ പോവാണെന്ന്. അതിനെന്താ, അവര് ചെയ്യട്ടെ. അത് ശരി. പിന്നെ നമ്മൾ എവിടെ താമസിക്കും? ഇവിടെ. അവര് കഴുത്തെ പിടിച്ച് വെളിയിലോട്ട് തള്ളും. അതെന്ത് കൂത്താ? നമ്മൾ എന്ത് ചെയ്തിട്ടാ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നേ? അമ്മയെ തർക്കിച്ച് നിൽക്കാനൊന്നും നേരമില്ല. ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. നമ്മൾ എങ്ങോട്ട് പോകും ചേട്ടാ? എവിടുന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ പോണം. നമ്മുടെ പഴയ വീട്ടിലേക്കോ? പിന്നെ അല്ലാതെ. നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണോ വിജിലൻസുകാർ വന്നത്? അമ്മേ, നമ്മൾ മാത്രമല്ല, എല്ലാരും ഇവിടുന്ന് ഇറങ്ങണം. അമ്മു ആ പൊട്ടിപ്പെണ്ണു ഇറങ്ങണോ? ആ, വേണം. ആ തള്ളിയും പോണോ? എടി, പോണോന്ന്. എന്നാ സാരമില്ല, ഒരു കുഴപ്പമില്ല. വാ അമ്മേ, നമുക്ക് പാക്ക് ചെയ്യാം.
ഞാനോർത്ത് നമ്മളെ മാത്രം ഇവിടുന്ന് ഇറക്കി വിടുവാന്ന്. എല്ലാരും കൂടി ഇറങ്ങി പോന്നതല്ലേ ഒരു സന്തോഷം. നമുക്ക് പോകുന്ന വഴിക്ക് ദീപമോളെ കൂടി സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാം. എങ്ങോട്ട് പോകുന്ന തീർച്ചയാക്കാതെ എങ്ങനെയാ മോളെ? നമുക്കിനി പോവാൻ ഒരു സ്ഥലമേ ഉള്ളൂ, പാലപ്പടിക്കൽ വീട്. അങ്ങോട്ട് പോണോ? അത് നമ്മുടെ വീടല്ലേ മുത്തശ്ശി. ഏത് കണക്കിന് നോക്കിയാലും നമുക്കവിടെ അവകാശമുണ്ട്. മുത്തശ്ശിയുടെ മകന്റെ വീടല്ലേ എന്റെ അച്ഛന്റെ വീട്. അതുകൂടാതെ എന്റെ ഭർത്താവ് ഈട് വാങ്ങിയിരിക്കുന്ന വീട്. അമ്മു ആ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. ആ ബാഗ് പരിശോധിക്കണം. ഇങ്ങോട്ട് വയ്ക്കൂ. രഹസ്യരേഖകളും കള്ളപ്പണമൊന്നും ഇല്ലല്ലോ സാർ? കഴിഞ്ഞു, കൊണ്ടുപോയിക്കോളൂ. ആ ബാഗ് ഇങ്ങോട്ട് നീക്കി വയ്ക്കൂ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ സാറേ. അപ്പൊ ഇതല്ലേ നിങ്ങളുടെ വീട്? ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നതാ. നീ എന്താ പറഞ്ഞേ? ഇതൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നോ? അല്ലാതെ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ? എന്റെ മോളെ, നീ അവളോട് ചിലക്കാൻ പോകണ്ട. നാണം കെട്ടവളുടെ ആസനത്തിൽ ആര് മുളച്ച അതും അവൾക്കൊരു തണല. ഇനി ബാഗ് വല്ലതുണ്ടോ അതോ തീർന്നോ? ഒരാളും കൂടി വരാനുണ്ട് സാറേ. എന്റെ ഇളയ മോനാ. അവൻ അവിടെ എല്ലാം അടുക്കി പെറുക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ വരും. എന്തത്ര താമസം? ഞങ്ങൾക്ക് ജോലി തീർത്ത് പോണം. മോനെ, നീ ചെന്ന് അവനെ വിളിച്ചോണ്ട് വാ. എടാ, വേഗം ഒന്ന് ഇറങ്ങി വാ.
ഇവരെ ബാഗും പെട്ടിയൊക്കെ തുറന്ന് കാണിക്കണം. കഴിഞ്ഞു, കൊണ്ടുപോയിക്കോ. ഞങ്ങൾ പൊക്കോട്ടെ സാർ. അതല്ലേ പറഞ്ഞേ, കഴിഞ്ഞു. എല്ലാരെയും പുറത്താക്കി വീട് ഇന്ന് തന്നെ പൂട്ടി സീൽ ചെയ്യുമല്ലോ അല്ലേ സാറേ? അതല്ലടോ കുറെ മുമ്പേ പച്ച മലയാളത്തിൽ പറഞ്ഞത്. പോവാം. എന്തൊരു കഷ്ടമാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ ഓട്ടം. ഇനി എവിടെ ചെന്നൊന്ന് കാലുറപ്പിച്ച് നിൽക്കുന്നേ? നിന്റെ അമ്മായി അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ല്, ചിലക്കാ നടക്കടി. അങ്ങേരില്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ഭേദം. എന്തൊരു നാണക്കേടാ, കെട്ടിപ്പെറുക്കി ഇറങ്ങിപ്പോക്ക്, പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് വാരിക്കൂട്ടി തിരിച്ചു വരവ്, പിന്നെ ഇറങ്ങിപ്പോക്ക്. നാട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ഇനി ആ പഴയ വീട്ടിലോട്ട് ചെന്ന് താമസിക്കണമെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക്. നിനക്ക് അത്രയ്ക്ക് കുറച്ചിലാണെങ്കിൽ നിന്റെ വീട്ടിലോട്ട് പോടി. പോയിക്കോട്ടെ. ആ പോ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത്. എന്നിട്ട് എന്താ, വേറെ പെണ്ണ് കെട്ടാനാണോ? ചിലപ്പോ കെട്ടിയേക്കും. ആ അല്ല ജയ, അവളെ ഇവിടെ ഇറക്കി വിട്ടില്ലേ? അതും കൂടെ കണ്ടിട്ട് പോ. ഇല്ലെങ്കിൽ നമ്മള് പോയി കഴിയുമ്പോഴേ ആ പത്രക്കാരൻ അവളും കൂടി അവരുടെ കാലം പിടിച്ച് ഇവിടെ തന്നെ താമസിച്ചാലോ? ആ അങ്ങനെ അവരെ ഇറക്കി വിട്ടു. ഇനി നമുക്ക് പോവാം. കാലോട്ട് വെച്ച്. ശരി മാഡം. പോകാം.
താമസം ഇല്ലാത്ത കാരണം എല്ലാം വൃത്തികേടായല്ലേ ചേച്ചി? നമുക്ക് നന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പണിയുണ്ട്. നമ്മൾ 3 പെണ്ണുങ്ങളില്ലേ, നമ്മൾ ഒത്തുപിടിച്ചാ പോരെ? അമ്മു ഇവിടെ എന്താ? ഞങ്ങളൊരു മനക്കണക്കെടുക്കുകയായിരുന്നു. എത്ര ദിവസം എടുക്കുമെന്ന് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ. അകത്തോട്ട് കയറിയ എല്ലായിടത്തും പൊടിയും പോക്കലും ആയിരിക്കും. കേറി നോക്കാം, വാ. വാ. ലഗേജ് എല്ലാം എടുത്ത് അകത്തോട്ട് വെച്ചോ. ശരി. പൊടി പിടിച്ച് കിടക്ക എല്ലാടോ. എനിക്ക് പൊടി അലർജിയാ, ശ്വാസം മുട്ടൽ വരും. മുത്തശ്ശി ആ സിറ്റ് ഔട്ടിലെങ്ങാനും പോയിരുന്നു. ഞങ്ങൾ മുത്തശ്ശിയുടെ മുറി കംപ്ലീറ്റ് ആയി ക്ലീൻ ആക്കിയിട്ടേ ആ മുറിയിലോട്ട് കയറ്റുന്നുള്ളൂ. വാതിലും ജനാലയെല്ലാം ഇപ്പൊ തന്നെ തുറന്നിടാൻ പോവാ. കാറ്റും വെളിച്ചവും കയറട്ടെ. ആദ്യം ഞാൻ എന്റെ മുറി എങ്ങനെയുണ്ടെന്ന് പോയി നോക്കട്ടെ. എങ്ങനെയുണ്ട് വീട്? നിനക്കിഷ്ടായോ? ഇനി ഇവിടെ നിന്ന് വേണം പൊരുതാൻ. ഇനി ആരോട് പൊരുതാൻ? ശത്രുക്കളാരും ഇല്ലല്ലോ ഇവിടെ. പൊരുതുന്നത് നീതിക്ക് വേണ്ടിയാ. കുറ്റം ചെയ്യാത്ത 2 പേരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചില്ലേ? അവരുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? അവരെ പുറത്തിറക്കിക്കൊണ്ടുവരണ്ടേ? നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോളെ? പലതും ചെയ്യാൻ പറ്റും. നമ്മൾ പേടിച്ചു മടിച്ചു നിൽക്കുമ്പോഴാ ഒന്നും ചെയ്യാനുള്ള കഴിവില്ലാന്ന് തോന്നുന്നത്. ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങിയാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. നമുക്ക് പറ്റും. എന്റെ ഭർത്താവിനെയും ശിവജിയും ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നത് വരെ ഞാൻ യുദ്ധം ചെയ്യും. നിന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ മോളെ. എനിക്കാണെങ്കിൽ ഇത്ര പ്രായവും വല്ലായികയും ഒക്കെയായി. ആര് പറഞ്ഞു എന്നെ സഹായിക്കാൻ ആളില്ലാന്ന്? കിഷോറേട്ടനുണ്ട്, അർജുനേട്ടനുണ്ട്, വിനീതാന്റിയുണ്ട്, സുധീഷുണ്ട്. പിന്നെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം, മുത്തശ്ശിയുടെ സ്നേഹവും വാത്സല്യവും. എനിക്കിതൊക്കെ ധാരാളമാണ് മുത്തശ്ശി. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ ചതിയും വഞ്ചനയും കാണിച്ചാലും അവസാനം നീ തന്നെ ജയിക്കും മോളെ. അതെനിക്ക് ഉറപ്പാ. ഫയലും കൂടി എടുത്തു. ഇന്ന് സുധേജിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എടാ 2 ഫോട്ടോ എടുത്തേക്കണോട്ടോ മൊബൈലില്. നീയായിരുന്നോ? ഇവനെവിടുന്ന് കിട്ടി? അതൊക്കെ പറയാളിയാ. അകത്തോട്ട് കയറിക്കോട്ടെ. പറ. സുധേജി വിവരങ്ങളൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. എല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ. വീട് മാത്രമല്ല, കമ്പനി, ഓഫീസ് എല്ലാം റെഡി ചെയ്തു. അവിടെ സൂക്ഷിച്ചിരുന്ന ഫയൽസും ഡോക്യുമെന്റ്സും സകലതും പൊക്കി. കള്ളപ്പണോ സ്വർണ്ണ വല്ലതും ഉണ്ടായിരുന്നോ? ഏയ്, അതൊന്നും കിട്ടിയില്ല. നരേന്ദ്രൻ നമ്പിയല്ലേ മോൻ. അയാളത് കമ്പനിയിലോ ഓഫീസിലോ കൊണ്ടുവയ്ക്കൂ. അതിനൊക്കെ വേറെ രഹസ്യ താവളങ്ങളുണ്ടായിരിക്കും.